നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ലോക ചാപ്റ്റർ 2026 സ്വാഗതം. നമ്മൾ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ജീവൻ മരണ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ജയിച്ചാൽ മാത്രം പോരാ, മികച്ച വിജയം തന്നെ വേണം ഇന്ത്യക്ക്. അട്ടിമറിക്ക് കരുത്തരായ സിംബാബ്വേയാണ് ഇന്ന് എതിരാളികൾ. സഞ്ജു സാംസൺ ടീമിലേക്ക് തിരികെ എത്തുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്ക് ചില കണക്കുകൾ തന്നെ നോക്കിക്കൊണ്ട് ഈ എപ്പിസോഡ് തുടങ്ങാം. ഇന്ത്യയും സിംബാബ്വേയും നേർക്കുനേർ വരുമ്പോൾ നമുക്കറിയാം ഒരു ഉദ്വേഗം ആ തരത്തിലാണ്. കാരണം അട്ടിമറി ഒരു ഘട്ടത്തിൽ നമ്മൾ സിംബാബ്വേയുടെ ഭാഗത്ത് നിന്ന് കണ്ടു. ഇനി ഇന്ത്യക്കെതിരെയും ആ അട്ടിമറി ഉണ്ടാകും എന്ന ചോദ്യമുണ്ട്. ആദ്യം 2020 മത്സരങ്ങളിൽ ഇരു ടീമുകളും നേർക്കുനേർ വന്ന കണക്കുകൾ പരിശോധിക്കാം. ഇതുവരെ 13 മത്സരങ്ങളിലാണ് ഇന്ത്യയും സിംബാബ്വേയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടന്നത്. വ്യക്തമായ മേൽക്കൈ ഇന്ത്യക്കുണ്ട്. നമുക്ക് കാണാം, ഇന്ത്യ 10 മത്സരങ്ങളിലും സിംബാബ്വെ ഒരു മത്സരത്തിലുമാണ് ജയിച്ചത്. ഇനി ലോകകപ്പുകളുടെ കണക്ക് എടുക്കാം. ലോകകപ്പുകളിൽ 2020 ലോകകപ്പുകളിൽ ഇന്ത്യയും സിംബാബ്വേയും മത്സരത്തിലേക്ക് വന്നത് ഒരേ ഒരു തവണ മാത്രമാണ്. 2022 ലോകകപ്പിൽ മാത്രമാണ് 2020 ലോകകപ്പുകളിൽ ഇരു ടീമും നേർക്കുനേർ വന്നത്. ആ മത്സരത്തിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്തു. ഇന്നത്തെ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിന്റെ തകർപ്പൻ പ്രകടനത്തിൽ ഇന്ത്യ 71 റൺസിനായിരുന്നു അന്ന് സിംബാബ്വേയെ തകർത്തത്. ഇനി അവസാനം ഏറ്റുമുട്ടിയപ്പോൾ ഉള്ള കണക്കുകൾ പരിശോധിക്കാം. അവസാനമായി ഏറ്റുമുട്ടിയത് സിംബാബ്വേയിൽ വെച്ച് നടന്ന പരമ്പരയിലാണ്. ആ പരമ്പരയിലും ഇന്ത്യക്ക് വ്യക്തമായ മേൽക്കൈ ഉണ്ടായി എന്നതാണ് നമുക്ക് മുന്നിലുള്ള കണക്ക്. 4 മത്സരത്തിൽ ഇന്ത്യ ജയിച്ചു, 1 മത്സരത്തിൽ സിംബാബ്വെ ജയിച്ചു. അങ്ങനെ 5 മത്സര പരമ്പരയിൽ അതിഗംഭീര വിജയമാണ് സിംബാബ്വേക്കെതിരെ ഇന്ത്യ നേടിയത്. ഇതാണ് ഇന്ത്യയും സിംബാബ്വേയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന്റെ കണക്ക്. ഇനി നമുക്ക് ഈ ലോകകപ്പിൽ ടീമുകളുടെ പ്രകടനം ഒന്ന് പരിശോധിക്കാം. 2 ടീമുകളും തോൽവി അറിയാതെയാണ് സൂപ്പർ 8-ൽ എത്തിയതെങ്കിൽ 2 ടീമുകളും സൂപ്പർ 8-ലെ ആദ്യ മത്സരത്തിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങി എന്നതാണ് നമുക്ക് മുന്നിലുള്ള കണക്ക്. നമുക്ക് റോഡ് ടു സൂപ്പർ 8 ഒന്ന് പരിശോധിക്കാം. അതിൽ ആദ്യം ഇന്ത്യയുടെ മത്സരങ്ങളിലേക്ക് വന്നാൽ, ഇന്ത്യ ആദ്യ മത്സരത്തിൽ അമേരിക്കയോട് കഷ്ടിച്ച് ജയിച്ചത് വെറും 29 റൺസിനാണ്. സൂര്യകുമാർ യാദവിന്റെ ഒറ്റയാൾ പ്രകടനം അന്ന് നമുക്ക് കരുത്തായി. 2ാം മത്സരത്തിൽ നമീബിയയെ 93 റൺസിനും 3ാം മത്സരത്തിൽ പാകിസ്ഥാനെ 61 റൺസിനും ഇന്ത്യ തോൽപ്പിച്ചു. അതാണ് ഇന്ത്യയുടെ ആദ്യ 3 മത്സരങ്ങളിലെ പ്രകടനം. 4ാം മത്സരത്തിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ നെതർലൻഡ്സിനോടായിരുന്നു ഇന്ത്യയുടെ മത്സരം. 4ാം മത്സരത്തിൽ ഇന്ത്യ നെതർലൻഡ്സിനോട് 17 റൺസിന് ജയിക്കുകയും ചെയ്തു. അവിടെയും ഒരു താരതമ്യേന ദുർബലരായ ഒരു ടീമിനോട് ഈ തരത്തിലാണ് ജയിച്ചത് എന്ന വിമർശനം ഒരു ഭാഗത്തുണ്ട്. ഈ പിന്നീട് നടന്നത് സൂപ്പർ 8 പോരാട്ടമാണ്. സൂപ്പർ 8-ലേക്ക് എത്തിയത് അജയ്യരാണ് എത്തിയത് എങ്കിൽ കൂടി ദക്ഷിണാഫ്രിക്കയോട് സൂപ്പർ 8-ൽ നേരിട്ടത് വലിയ തോൽവിയാണ്. അത് 2020 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ തോൽവി. 76 റൺസിനാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് തോൽവി വഴങ്ങിയത്. ഇനി നമുക്ക് സിംബാബ്വേയുടെ കണക്കുകൾ കൂടി പരിശോധിക്കാം. സിംബാബ്വേയും സൂപ്പർ 8-ലേക്ക് എത്തിയത് അജയ്യരായാണ്. നമുക്ക് കാണാം, ആദ്യ മത്സരത്തിൽ ഒമാനെ 8 വിക്കറ്റിനാണ് സിംബാബ്വെ തോൽപ്പിച്ചത്. 2ാമത്തെ മത്സരത്തിലേക്ക് എത്തിയപ്പോൾ ഓസ്ട്രേലിയ ആയിരുന്നു സിംബാബ്വേയുടെ എതിരാളികൾ. 23 റൺസിന് ഓസ്ട്രേലിയയെ അട്ടിമറിച്ചുകൊണ്ട് സിംബാബ്വെ ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്ന് നടത്തുകയും ചെയ്തു. വലിയ ശ്രദ്ധേയമായ ഒരു പോരാട്ടം. 3ാമത്തെ മത്സരം അയർലൻഡുമായി ആയിരുന്നു സിംബാബ്വെ നടത്തേണ്ടിയിരുന്നത്. പക്ഷേ ആ മത്സരം മഴ കാരണം നടന്നില്ല. ഫലമില്ലാതെ ആ മത്സരം മാറി. 4ാം മത്സരത്തിലേക്ക് എത്തിയപ്പോഴും നമ്മളൊരു വലിയ അട്ടിമറിയാണ് കണ്ടത്. ശ്രീലങ്കയെ അട്ടിമറിച്ചുകൊണ്ട് സിംബാബ്വെ സൂപ്പർ 8-ലേക്ക് എത്തുന്നതാണ് കണ്ടത്. ആ മത്സരത്തിൽ അതിഗംഭീര പ്രകടനമാണ് സിംബാബ്വേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ പിന്നീട് സൂപ്പർ 8-ൽ എത്തിയപ്പോൾ മാത്രമാണ് സിംബാബ്വെ ഒരു മത്സരത്തിൽ പരാജയം നേരിടുന്നത്. അത് വെസ്റ്റ് ഇൻഡീസിനോടാണ്. വെസ്റ്റ് ഇൻഡീസ് 107 റൺസിനാണ് സിംബാബ്വെയെ പരാജയപ്പെടുത്തിയത്. ഈ ക്രമത്തിലാണ് നമ്മൾ ഈ മത്സരങ്ങളെ കാണേണ്ടത്. കാരണം ഇന്ത്യയും സിംബാബ്വേയും സൂപ്പർ 8 വരെ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് എത്തിയത്. പക്ഷേ സൂപ്പർ 8-ലെ ആദ്യ മത്സരത്തിൽ വലിയ തോൽവി 2 ടീമുകളും ഏറ്റുവാങ്ങി എന്നതാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. അതിൽ ഏറെ ശ്രദ്ധേയമായ കാര്യം, ഒരു തോൽവി ഇരു ടീമുകൾക്കും ഇന്ന് പുറത്തേക്കുള്ള വഴിയാകും. അതിനാൽ ഇന്ന് ജയിച്ചേ തീരൂ. മികച്ച മാർജിനിൽ വേണം ഇരു കൂട്ടർക്കും ജയം. നമുക്ക് ചില കണക്കുകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യയും സിംബാബ്വേയും നേർക്കുനേർ വരുമ്പോൾ വലിയ ആവേശത്തോടെ തന്നെയാണ് ആരാധകർ കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ റൺ റേറ്റ് ആണ്. കാരണം നിലവിൽ ഇന്ത്യയുടെ റൺ റേറ്റ് -3.800 എന്നതാണ് ഇന്ത്യയുടെ റൺ റേറ്റ്. ഈ റൺ റേറ്റ് ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ പോസിറ്റീവാക്കി മറികടക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിന് വൻ ജയം തന്നെ വേണം. കാരണം നമുക്ക് അറിയാം, കഴിഞ്ഞ മത്സരത്തിൽ വലിയ തോൽവിയാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ റൺ റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 76 റൺസിനാണ്
ഇന്ത്യ ഇത്തരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് തോറ്റത്. അത് പോസിറ്റീവായി മാറാൻ 77 റൺസിന്റെ ഒരു വിജയമാണ് ഇന്ത്യക്ക് ആവശ്യമായി വരുന്നത്. അതുകൊണ്ട് ഇന്ന് തുടക്കത്തിൽ ആണ് ഇന്ത്യ ബാറ്റ് ചെയ്യുന്നത്, ആദ്യമാണ് ഇന്ത്യ ബാറ്റ് ചെയ്യുന്നത് എങ്കിൽ വലിയൊരു സ്കോറിലേക്ക് പോകേണ്ടതുണ്ട്. 77 റൺസിന്റെ വലിയൊരു വിജയം ഇന്ത്യ നേടേണ്ടതുണ്ട്. അങ്ങനെ മാത്രമാണ് ഈ മൈനസ് റൺ റേറ്റ് പോസിറ്റീവാക്കി മാറ്റാൻ ഇന്ത്യക്ക് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു സ്കോറിലേക്കായിരിക്കും ഇനി ഇന്ത്യയുടെ ശ്രമം. ഇനി ഇന്ത്യക്ക് ടോസ് വളരെ നിർണായകം ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ത്യ പിന്തുടരുകയാണ് ഇന്ത്യ ചെയ്യുന്നത് എങ്കിൽ, അതായത് ടോസ് ലഭിക്കുകയും ഇന്ത്യ പിന്തുടരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ടോസ് ലഭിക്കാതെ ഇരുന്നാൽ എന്ത് സംഭവിക്കും എന്നത് കൂടി നമുക്ക് പരിശോധിക്കാം. കാരണം ചെറിയ സ്കോറിന് സിംബാബ്വെ പുറത്താക്കി അതിവേഗം ചേസ് ചെയ്യേണ്ടതുണ്ട് വലിയ ഒരു മികച്ച ഒരു റൺ റേറ്റിലേക്ക് ഇന്ത്യ മാറാൻ. പക്ഷേ സിംബാബ്വെയാണ്, നമുക്കറിയാം, ഈ മത്സരങ്ങളിൽ ഉടനീളം മികച്ച ടീമുകളോട് മികച്ച പ്രകടനം നടത്തിയ ഒരു ടീമാണ്. ആ അർത്ഥത്തിൽ സിംബാബ്വെ ഒരു 140 റൺസ് സിംബാബ്വെ നേടിയാൽ ആ സ്കോർ ഇന്ത്യ മറികടക്കേണ്ടത് 10.4 ഓവറിലെങ്കിലും ഇന്ത്യ മറികടന്നാൽ മാത്രമാണ് ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് റൺ റേറ്റിലേക്ക് ഈ സ്കോർ മാറ്റാൻ കഴിയുക. ഇനി 160 റൺസിലേക്ക് സിംബാബ്വെ എത്തിയാൽ അവിടെയും ഇന്ത്യക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയാണ്. 11.2 ഓവറിലെങ്കിലും ഇന്ത്യ ഇത് മറികടക്കണം. 180 റൺസ് സിംബാബ്വെ നേടിയാൽ 11.4 ഓവറിൽ മറികടക്കണം. 200 റൺസാണ് സിംബാബ്വെ നേടുന്നത് എങ്കിൽ 12.1 ഓവർ വരെയാണ് ഇന്ത്യക്ക് ഈ പോസിറ്റീവ് റൺ റേറ്റിലേക്ക് ഇത് മാറ്റാനുള്ള സമയം. അതുകൊണ്ട് ഇന്ത്യ ശ്രമിക്കുന്നത് വളരെ ചെറിയ സ്കോറിലേക്ക് സിംബാബ്വെയെ ഒതുക്കുക, അത് അതിവേഗം തന്നെ ഈ സ്കോർ മറികടക്കുക എന്നതായിരിക്കും ഇന്ത്യയുടെ ശ്രമം. നമ്മോടൊപ്പം മുൻ താരവും ക്രിക്കറ്റ് പരിശീലകനുമായ സോണി ചെറുവത്തൂർ ചേരുകയാണ് അതിഥിയായി. സോണി, എന്തായാലും വലിയൊരു പോരാട്ടം. സൂപ്പർ 8-ലെ രണ്ടാമത്തെ മത്സരം, ആദ്യ മത്സരത്തിൽ തോറ്റ ടീമുകളാണ് നേർക്കുനേർ വരുന്നത്. ഇന്നത്തെ പ്രതീക്ഷ ചെപ്പോക്കിൽ എങ്ങനെയാണ്? നമുക്കറിയാം, ചെപ്പോക്ക് സ്പിന്നിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് ചെപ്പോക്കിൽ പല സമയത്തും ഉണ്ടെന്ന് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സ്പിന്നിന് അനുകൂലമായിട്ടുള്ള വിക്കറ്റുകളാണ് പലപ്പോഴും IPL മത്സരങ്ങളിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സാധ്യതകളേറെയാണ്. സിംബാബ്വെക്ക് കഴിഞ്ഞ ഗ്രൂപ്പ് ഘട്ടത്തിലൊക്കെ അവർക്ക് ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള അവരുടെ മീഡിയം പേസേഴ്സിന്റെ എഫക്റ്റ് നെഗേറ്റ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ ചെന്നൈയിലെ വിക്കറ്റിന് സഹായിച്ചേക്കാം. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ സിംബാബ്വെ പോലൊരു ടീമിനെതിരെ വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ ടീം ഇന്ത്യക്ക് സാധിക്കും. അതും ആധികാരികമായ മികച്ച വിജയം സ്വന്തമാക്കാനായിട്ട് ടീം ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. അത് മാത്രമല്ല, ടോസിന്റെ ഒരു വരണം എന്ന് നേരത്തെയും പറഞ്ഞു, പക്ഷേ കഴിഞ്ഞ മത്സരത്തിലും ആ അവസരം കണ്ടില്ല. ഇവിടെ സ്പിന്നിന് അനുകൂലമായ ഒരു പിച്ചാണ് നിലവിൽ നമുക്ക് ചെപ്പോക്കിൽ കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ ടോപ്പ് ഓർഡറിലെ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാരൊക്കെ ഈ സ്പിന്നിനെ അത്ര നന്നായി കളിക്കാത്ത ഒരു സാഹചര്യത്തിലെങ്കിലും സഞ്ജുവിനെ നമുക്കിന്ന് പ്രതീക്ഷിക്കാം. അല്ല, സഞ്ജുവിനെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാച്ച് വിന്നിംഗ് കേപ്പബിലിറ്റീസിന്റെ എബിലിറ്റി തന്നെ കളിപ്പിക്കുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ആ ടോപ്പ് ഓർഡർ നോക്കുന്ന സമയത്ത് അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, അതിനുശേഷം ശിവം ദുബെ, അല്ലെങ്കിൽ വീണ്ടും വാഷിംഗ്ടൺ സുന്ദർ, അല്ലെങ്കിൽ അക്സർ പട്ടേൽ, ഇത്രത്തോളം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആ ടോപ്പ് ഓർഡറിൽ വരുന്ന സമയത്ത് സാധാരണ എല്ലാ ടീമിന്റെയും പാർട്ട് ടൈം സ്പിന്നേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഓഫ് സ്പിന്നേഴ്സ് ആണ്. നമ്മൾ മാർക്കം എറിയുന്നുണ്ട്, റഖ എറിയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ടാക്ടിക്കൽ ഡിസിഷനിലേക്ക് എതിർ ടീം പോവാതിരിക്കാനായിട്ട് ഒരു പക്ഷേ സഞ്ജു സാംസന്റെ ഒരു സ്ഥാനം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് ആ ടോപ്പ് ഓർഡറിൽ അത്യന്താപേക്ഷിതമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ ടീം ഇന്ത്യ പോകുമെന്ന് നമുക്ക് കരുതാം. സോണി, ഒരു പരിശീലകൻ എന്ന നിലയിൽ തന്നെ ചോദിക്കുകയാണ്, കാരണം സോണി ആഗ്രഹിക്കുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പ് ചോദിച്ചാൽ എന്ത് പറയും? തിലക് വർമ്മ നല്ല മികച്ച ഫോമിലാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഒരു ടാക്ടിക്കൽ ഡിസിഷൻ ആയിട്ട് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഓപ്പൺ ചെയ്യുകയും 3-ാം നമ്പറിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇഷാൻ കിഷൻ വരികയും ചെയ്താൽ തീർച്ചയായിട്ടും നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും നേരത്തെയും പലരും ആ അർത്ഥത്തിൽ നമ്മൾ അത് പരീക്ഷിക്കുകയും ചെയ്തതാണ് ന്യൂസിലൻഡിനെതിരെ. ഒരുപക്ഷെ ന്യൂസിലൻഡിനെതിരെ ഒരു നല്ല ഫോമിലായിരുന്നു സഞ്ജു എങ്കിൽ ഈ തരത്തിൽ തന്നെ നമ്മുടെ ലോകകപ്പ് ടീം മാറിയാനെ എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ആ ഒരു സീരീസിൽ ഒരുപക്ഷെ സഞ്ജുവിന്റെ ഭാഗത്ത് 1-2 നല്ല പ്രകടനങ്ങൾ വന്നിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ടാക്ടിക്കൽ ഡിസിഷനിലേക്ക് നമുക്ക് ആലോചിക്കേണ്ടി വരില്ലായിരുന്നു. കാരണം അതായിരുന്നു ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പ് എന്നുള്ളത്. പക്ഷെ ആ മത്സരത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സീരീസിൽ സഞ്ജുവിന് വേണ്ടത്ര ശോഭിക്കാൻ പോകാതെ പോവുകയും ഇഷാൻ കിഷൻ മികച്ച രീതിയിൽ ഫോമിലേക്ക് വരികയും ചെയ്തതോടുകൂടിയാണ് ഒരുപക്ഷെ മറ്റൊരു ചിന്ത ഈ ടീം മാനേജ്മെന്റിലേക്ക് എത്തിയത്. പക്ഷെ അതൊരു അബദ്ധമായി എന്നുള്ളത് ഒരുപക്ഷെ കഴിഞ്ഞ 1-2 മത്സരങ്ങളിൽ ടീം ഇന്ത്യക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മാർക്ക് റത്തിനെ പോലുള്ള പാർട്ട് ടൈം ഓഫ് 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ്, 3-ാം നമ്പറിലും ലെഫ്റ്റ് ഹാൻഡർ, പലപ്പോഴും ഒരു നിരുപദ്രവം എന്ന് തോന്നിക്കുന്ന ഒരു ഓഫ് സ്പിൻ ബോളിംഗ് ഒക്കെ പക്ഷെ നമുക്ക് നന്നായിട്ട് എറിഞ്ഞു പോകുന്നു. ലെഫ്റ്റ് ഹാൻഡേഴ്സിന് കുറച്ചുകൂടി റിസ്ക് കൂടുതൽ എടുക്കേണ്ടി വരും ഒരു ഓഫ് സ്പിന്നർക്കെതിരെ വലിയ ഷോട്ടുകൾ പായിക്കാൻ. അത് അഭിഷേക് ശർമ്മ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഇഷാൻ കിഷന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. പക്ഷെ സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൈറ്റ് ഹാൻഡർ ഉണ്ടെങ്കിൽ തന്നെ അത് അത്തരത്തിലുള്ള പരീക്ഷണത്തിന് എതിർ ടീമുകൾ മുതിരില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു.
അതാണ് നമുക്ക് പലപ്പോഴും തോന്നിയത്. കാരണം ലെഫ്റ്റ് ഹാൻഡർമാരുടെ ഈ ടോപ്പ് ഓർഡറിലേക്ക് വരുന്നത് നമ്മൾ ആ അർത്ഥത്തിൽ വലിയ പ്രതീക്ഷയാണ്. കാരണം പലപ്പോഴും മുൻപ് ഒരിക്കലും നമ്മൾ ഇത്രയും ലെഫ്റ്റ് ഹാൻഡർമാരെ കണ്ടിട്ടില്ല ഇന്ത്യൻ ടീമിന്റെ ഒരു ലൈനപ്പിൽ. ഇത്രയും ആളുകൾ ഒരു അതിപ്രസരം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് വരുന്നത് ഈ സമീപകാലത്താണ്. പക്ഷേ അത് ഈ തരത്തിൽ ഒരു എതിർ ടീമുകൾ, പ്രത്യേകിച്ച് ഒരു ദുർബലർ എന്ന് നമ്മൾ പൊതുവേ പറയുന്ന ടീമുകളടക്കം, ആ അർത്ഥത്തിൽ വലിയ ശക്തരായ ഒരു ടീമുകൾ അല്ലാത്ത ടീമുകളടക്കം വന്ന് ഈ തരത്തിൽ നമ്മളെ നേരിടുന്നത് നമ്മൾ കാണുകയാണ് ഈ ലോകകപ്പിൽ. അല്ല, പലപ്പോഴും ഒരു വൺ ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പിന് അപ്പുറത്തേക്ക്, കാരണം നമുക്ക് ബൗളിങ്ങിന് എപ്പോഴും ബോളർമാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുക ഒരു ഇടംകൈയൻ ബാറ്റർക്കെതിരെയും അതേ ഓവറിൽ തന്നെ വലംകൈയൻ ബാറ്റേഴ്സിനെതിരെയും ബോൾ ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും അവരുടെ പ്ലാനുകൾ വളരെ പെട്ടെന്ന് മാറ്റേണ്ടി വരുന്നു, ലൈൻ വളരെ പെട്ടെന്ന് മാറ്റേണ്ടി വരുന്നു. അത് ജൂനിയർ ക്രിക്കറ്റ് മുതൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വരെ അത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻസ് ട്രൈ ചെയ്യാനായിട്ട് പലപ്പോഴും ഗൗതം ഗംഭീർ ഉൾപ്പെടെയുള്ള പരിശീലകർ ശ്രമിക്കാറുണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ ലോകകപ്പിലേക്ക് എത്തിയ സമയത്ത് പലപ്പോഴും ഇടംകൈയൻ ബാറ്റ്സ്മാൻ ഉള്ളത് വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് മിഡിൽ ഓർഡേഴ്സിലൊക്കെ സ്പിന്നേഴ്സിനും ലെഗ് സ്പിന്നേഴ്സിനും ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സിനും ഒക്കെ എതിരെ ഇടംകൈയൻ ബാറ്റേഴ്സ് ഉള്ളത് നല്ലത് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ടീം എടുത്തു വന്ന സമയത്ത് ആ ടോപ്പ് ഓർഡറിൽ മുഴുവൻ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിപ്പോയി. അതിന് ഒരു അപവാദമായിട്ടുള്ളത് സഞ്ജു സാംസൺ ആണ്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ തുടക്കത്തിൽ അദ്ദേഹം കളിക്കുന്ന രീതി നമുക്കറിയാം. സ്പിന്നേഴ്സ് ആണെങ്കിൽ, പ്രത്യേകിച്ച് ഓഫ് സ്പിന്നേഴ്സ് ആണെങ്കിൽ വളരെ ആക്രമിച്ച് കളിക്കാൻ സാധിക്കുന്ന താരമാണ്. അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അത്തരത്തിലുള്ള ഒരു റിസ്ക് എടുക്കാൻ എതിർ ടീം മുതിരില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല തുടക്കം ലഭിക്കാം. അത് ഈ മത്സരത്തിലേക്ക് മാത്രമല്ല, തുടർന്ന് അങ്ങോട്ട് നമുക്ക് ജയിക്കാനുള്ള സാധ്യതകളൊക്കെ ഏറി വരികയാണ്. പ്രത്യേകിച്ച് വിൻഡീസിന്റെ സ്ഥിതി അത്ര നല്ലതല്ല ഇന്നത്തെ മത്സരത്തിൽ. അതുകൊണ്ട് ചിലപ്പോൾ 2 നല്ല വിജയങ്ങൾ മാത്രം നമ്മളെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിച്ചേക്കും എന്നുള്ള സാഹചര്യത്തിൽ നമുക്ക് സഞ്ജു സാംസനെ പ്രതീക്ഷിക്കാം. സോണി, ഒരു കാര്യം കൂടി, നമ്മൾ ഈ ബാറ്റർമാരുടെ ഒരു ഇന്റന്റ് പലപ്പോഴും പറയാറുണ്ട്. ഒരു മത്സരത്തിലേക്ക് വന്നു, ഒരു നല്ല 1-2 ബൗണ്ടറികൾ നേടിയാൽ തന്നെ ഒരു ആക്രമിച്ച് കളിക്കാം എന്നൊക്കെ കരുതും. പക്ഷേ എതിർഭാഗത്ത് വിക്കറ്റുകൾ വീണാൽ അത് മാറുന്നത് നമ്മൾ നേരത്തെ വിരാട് കോഹ്ലിയിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം വളരെ ആക്രമിച്ച് തുടങ്ങും, പക്ഷേ തൊട്ടപ്പുറത്ത് വിക്കറ്റുകൾ വീഴുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ശൈലി ഒന്ന് മാറ്റിപ്പിടിക്കും, അല്പസമയം അവിടെ ക്രീസിൽ നിൽക്കണം എന്ന് തീരുമാനിക്കും. പക്ഷേ നമ്മൾ ഈ മത്സരങ്ങളിൽ ഉടനീളം കണ്ടത് ആക്രമിക്കാൻ തീരുമാനിച്ചാൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, ഉടൻ വിക്കറ്റുകൾ വലിച്ചെറിയുന്നത് പോലെ പോകുന്ന ഒരു തീരുമാനം. അത് കുറച്ചുകൂടി ഒരു ക്ഷമയോടെ ക്രീസിൽ നിൽക്കണം എന്ന കാര്യത്തിലേക്ക് ഇന്ത്യൻ ബാറ്റർമാർ ശ്രമിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? താങ്കൾ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. അല്പം കോമൺ സെൻസ് ബാറ്റർമാർ കാണിക്കണം എന്നുള്ളത് ഒരുപക്ഷെ ഗൗതം ഗംഭീർ നമ്മുടെ ബാറ്റേഴ്സിനോട് കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടാവുന്നതാണ്. കാരണം T20 ക്രിക്കറ്റ് മാറിയ രീതി പലപ്പോഴും 1-2 വിക്കറ്റുകൾ പോയാലും സാരമില്ല, 20 ഓവറിലേ ഉള്ളൂ, നമുക്ക് മാനേജ് ചെയ്യാം, അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക്, ആ ഒരു അരഗൻസിലേക്ക് പലപ്പോഴും ബാറ്റിംഗ് യൂണിറ്റുകൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ചില പേരുകൾ പോലെ, അല്ലെങ്കിൽ വിരാട് കോഹ്ലിയെ പോലെയുള്ള ഇതിഹാസ താരങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാനും, അത് അവർക്കറിയാം 1-2 ഓവറുകൾ ഇപ്പൊ പോയാലും അത് എനിക്ക് മേക്കപ്പ് ചെയ്യാനുള്ള ഷോട്ട്സ് എനിക്കുണ്ട്, അല്ലെങ്കിൽ അത്തരമുള്ള സാഹചര്യത്തിലേക്ക് ഈ ടീമിനെ എനിക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ള ഉത്തരവാദിത്വ ബോധവും ആ കോമൺ സെൻസും പലപ്പോഴും പരിചയസമ്പന്നരായ ക്രിക്കറ്റേഴ്സ് കാണിക്കാറുണ്ട്. എന്തുകൊണ്ടോ ഇപ്പോഴത്തെ ക്രിക്കറ്റേഴ്സിന് അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇത്തരത്തിലുള്ള വലിയ ടൂർണമെന്റ്, ഒരു ബൈലാറ്ററൽ സീരീസിൽ അത്തരത്തിൽ എന്നും നഷ്ടപ്പെടാനില്ലാത്ത സമയത്ത് നമുക്ക് എന്ത് കാണിച്ചാലും ചിലപ്പോൾ നന്നായിട്ടൊക്കെ വന്നേക്കാം. പക്ഷെ ഇത്തരത്തിലുള്ള നിർണായകമായ വലിയ വേദികൾ, ലോകകപ്പ് പോലുള്ള വലിയ വേദിയിലേക്ക് വരുമ്പോൾ അല്പം കൂടി ഉത്തരവാദിത്വ ബോധം കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഗൗതം ഗംഭീറും അത് ബാറ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. വളരെയധികം നന്ദി ശ്രീ സോണി ചെറുത്തൂർ, ഈ സമയം നമ്മോട് പ്രതികരിച്ചത്. എന്തായാലും വലിയ ആവേശത്തോടെയാണ് ഇന്ത്യയും കാത്തിരിക്കുന്നത് ഒരു മത്സരത്തിലേക്ക് വരുന്നത്. നമ്മൾ ഇന്ത്യൻ ആരാധകർ ഈ പറയുന്നത് പോലെ, ഇപ്പോൾ ഏറ്റവും അവസാനം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലേക്കുള്ള ഒരു ആക്രമണം എന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ വളരെ കൃത്യമായി തന്നെ ബുദ്ധിപൂർവ്വം തന്നെ കളിക്കേണ്ട ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം ഒരു ജയം മാത്രം പോരാ, ഏറ്റവും വലിയ വിജയം തന്നെ വേണം. അത് സിംബാബ്വേക്കെതിരെ അത്തരത്തിലൊരു വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് മനീഷ് ഷാ മാത്യു കൂടി ചേരുകയാണ്. മനീഷ്, എന്തായാലും പരിശീലനത്തിലൊക്കെ സഞ്ജു സാംസണിന് കൂടുതൽ സമയം നമ്മൾ വിക്കറ്റ് കീപ്പിംഗിലാകട്ടെ ബാറ്റിംഗിലാകട്ടെ അദ്ദേഹം പരിശീലനം നടത്തുന്നതൊക്കെ കണ്ടു. പ്രത്യേകിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ താരമായി പോകാൻ ഇരിക്കുന്ന താരമാണ് സഞ്ജു സാംസൺ. കാരണം അദ്ദേഹം ആദ്യ മത്സരത്തിലേക്ക് ഇറങ്ങേണ്ടത് ഈ സീസണിലാണ്, എങ്കിൽ കൂടി ചെന്നൈയുടെ താരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ആവേശം കൂടിയുണ്ട്. ചെന്നൈയിലേക്ക് ആദ്യ മത്സരത്തിന് ഇറങ്ങാൻ സാധിക്കുമോ സഞ്ജുവിന് എന്നൊരു ആകാംക്ഷ ആരാധകർക്കുമുണ്ട്. രജിഷ, തീർച്ചയായും അൻപുടൻ സഞ്ജു എന്നുള്ളതാണ് എപ്പോഴും ചെന്നൈ ആരാധകർ
സഞ്ജുവിനെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും അതിൻ്റെ എല്ലാ ആരവങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശീലനത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നുകൂടെ ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ പോസ്റ്റിൽ പറഞ്ഞത് ട്രസ്റ്റ് ദ പ്രോസസ്, നിങ്ങളുടെ റിസൾട്ട് നിങ്ങളെ പിന്തുടരുമെന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഒരു പ്രതീക്ഷ. സഞ്ജു പരിശീലനം നടത്തിയതിനേക്കാൾ ഉപരി ഓരോ തവണയും സഞ്ജു നെറ്റ്സിൽ പരിശീലിക്കുമ്പോഴും അതിന് മുന്നോടിയായി പോയി ഗൗതം ഗംഭീരമായിട്ട് സംസാരിക്കുന്നതും തൻ്റെ ബാറ്റിങ്ങിലും ഷോട്ടുകളിലും ഒക്കെ ചില മാറ്റങ്ങൾ വരുത്തുന്നൊക്കെയാണ് നമ്മൾ 2 ദിവസമായി ചെപ്പോക്കിലെ പരിശീലനത്തിൽ, ഇന്ത്യയുടെ പരിശീലനത്തിൽ കാണുന്നത്. അതൊരു ശുഭ പ്രതീക്ഷയാണ്. മാത്രമല്ല ഇന്നലെ കൂടെ BCCI വൃത്തങ്ങൾ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞത് ഈ ടോപ്പ് ഓർഡറിലുള്ള ഈ 3 ഇടകൈ ബാറ്റർമാർ ഒരു അതിപ്രസരത്തിൽ ഒരുപക്ഷെ ഇന്ന് സഞ്ജുവിന് അവസരം കിട്ടിയേക്കും. രജീഷ്, ശരി മനീഷ, ആ പ്രതീക്ഷ തന്നെയാണ് മലയാളി ആരാധകർക്കുമുള്ളത്. എന്തായാലും ഇന്ത്യൻ ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് ഒരു വിജയം തന്നെയാണ്. ഒരു വിജയം, അത് ഒരു വിജയം ഇന്ന് സിംബാബ്വേക്കെതിരെ നേടിയാൽ തന്നെ നമുക്ക് വലിയൊരു പ്രതീക്ഷ അടുത്ത മത്സരത്തിലേക്ക് പോകാനിരിക്കുമ്പോൾ ഉണ്ടാകും. എന്തായാലും വെസ്റ്റ് ഇൻഡീസും മികച്ച പ്രകടനമാണ് ഇന്നത്തെ മത്സരത്തിൽ കാഴ്ചവെക്കുന്നത്. കാരണം തുടക്കത്തിൽ വലിയൊരു തകർച്ച നേരിട്ടതിന് ശേഷം വലിയൊരു തിരിച്ചുവരവാണ് വിൻഡീസും നടത്തിയത്. നമ്മൾ ലോക ചാപ്റ്റർ 2026 ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.